ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ചോദ്യമായിരിക്കും ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പോ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാറണ്ടി കട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിറ്റിങ് നടന്നില്ല അവിടെ വാറണ്ടി കട്ടാവും. എന്നുവെച്ചാൽ കറക്റ്റ് നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ട് ഫിറ്റ് ചെയ്യുക, അല്ലാതെ നമ്മളായിട്ട് വെക്കാൻ ശ്രമിക്കല്ലേ. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് വെച്ചില്ലേ നമുക്ക് തന്നെ അത് നല്ല പണിയാവും. അതുപോലെ തന്നെ ക്രാഷ് കാർഡ് ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കമ്പനിയുടെ തന്നെ ചൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് കാർഡിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സേഫ് ആക്കണം. അതുപോലെ തന്നെ ക്രാഷ് കാർഡ് ക്രാഷായി പോകണം. അതാണ് മെയിൻ പ്രോസസ്സ്. അല്ലാതെ മേ ബി ക്രാഷ് കാർഡ് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം ക്രാഷ് കാർഡ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ ക്രാഷ് കാർഡിനൊന്നും പറ്റിയില്ല, നിങ്ങളുടെ നേരെ ചേസയിലായിരിക്കും ബെൻഡ് വന്നത്. അപ്പോൾ ക്രാഷ് കാർഡിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ അത് ചളങ്ങി പോകണം. അതാണ് ക്രാഷ് കാർഡ്. പിന്നെ അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് നല്ലൊരു കമ്പനിയുടെ തന്നെ നോക്കി വെക്കുക. മാക്സിമം പ്ലഗ് ആൻഡ് പ്ലേയുടെ തന്നെ വെക്കുക. അല്ലെ പിന്നെ നിങ്ങൾക്കത് മേ ബി അത് ഇഷ്യൂ വരും. വയർ കട്ട് ചെയ്ത് കയറ്റും. ഇപ്പം വയർ കട്ട് ചെയ്തെങ്കിൽ ഇല്ല, ഇപ്പം കൂടുതലൊരു എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ബട്ട് ചിലവരുണ്ട് വയർ കട്ട് ചെയ്ത് ചെയ്യുന്ന ലോ കോസ്റ്റുള്ള ഫോഗ് ലാമ്പ് വെക്കുമ്പോൾ ഇച്ചിരി കോസ്റ്റ്, എന്തായാലും പൈസ മുടക്കി സാധനം വെക്കുവാണ്. അപ്പം പൈസ മുടക്കി തന്നെ കുറച്ച് ഐറ്റംസ് വെക്കുക. മാക്സിമം നല്ല ബ്രാൻഡ് തന്നെ ക്രാഷ് കാർഡ് ആയാലും ഫോഗ് ലാമ്പ് ആയാലും വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്രാഷ് കാർഡ് വെച്ച് ആ ബേസിൽ തന്നെ ഷോറൂമിൽ ചെന്ന് നമുക്ക് എൻജിൻ ഫുള്ള് ഡെഡായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പോയി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പം അവർ തെളിയിക്കാൻ ചോദിക്കും എങ്ങനെ ക്രാഷ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഡെഡ് ആകുമെന്ന്. അപ്പോൾ അവർക്ക് തെളിയിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ആ കേസ് നമ്മൾ തന്നെ ജയിക്കും, നമുക്ക് തന്നെ വാറണ്ടി തരത്തുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ നോക്കുക. അതുപോലുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ ഷോറൂമിൽ അതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കുക. ഇതുപോലെ പറഞ്ഞു. അപ്പം അവർ വിളിച്ചിട്ട് തെളിയിക്കാൻ പറയും. അപ്പോൾ തെളിയിക്കാൻ പറയുമ്പോൾ അവരുടെ ഓപ്ഷൻ ഇല്ല, അപ്പം അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. മാക്സിമം നല്ലൊരു കമ്പനിയുടെ തന്നെ ക്രാഷ് കാർഡ് ആയാലും ഫോഗ് ലാമ്പ് ആയാലും വെക്കുക. പിന്നെ അതുപോലെ തന്നെ വയർ കട്ട് ചെയ്യാതെ തന്നെ ഫോഗ് ലാമ്പ് വെക്കുക. പ്ലഗ് ആൻഡ് പ്ലേ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് കാർഡിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു, എന്നാലും ഞാൻ ഒരു വട്ടം കൂടെ പറയാണ്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ക്രാഷ് ആവണം. മീൻസ് നമ്മുടെ വണ്ടി സേഫ് ആവണം. ബട്ട് വണ്ടിക്ക് ഒരു സ്ക്രാച്ച് ഒന്നും വരല്ലേ. സ്ക്രാച്ച് വരും, എന്നാലും മാക്സിമം വണ്ടിക്കൊന്നും പറ്റാതിരിക്കുക. ക്രാഷ് കാർഡ് അന്നേരം തന്നെ ക്രാഷായി പോവുക. അതാണ് ക്രാഷ് കാർഡിൻ്റെ മെയിൻ പ്രോസസ്സ്. നിങ്ങളിത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.